മെഡിക്കൽ പ്രവേശനത്തിന് ഇനി ഏകീകൃത പരീക്ഷ. ഈ വർഷം മുതൽ നീറ്റ് പരീക്ഷ നടത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. മെയ് 1-നും ജൂലൈ 24-നുമായി 2 ഘട്ടമായാണ് പരീക്ഷ. ഇതോടെ സംസ്ഥാന സർക്കാരിന്റെ പ്രവേശന പരീക്ഷ റദ്ദായി. വിവരങ്ങളുമായി എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, CBSEയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ചേർന്നാണ് അഖിലേന്ത്യാ തലത്തിൽ ഏകീകൃത പൊതുപരീക്ഷ നടത്തുന്നത്. നിലവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേകം പരീക്ഷകളും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിൽ വേറൊരു പരീക്ഷയും സ്വകാര്യ മാനേജ്മെന്റുകൾ വെവ്വേറെ പരീക്ഷയും എല്ലാം തന്നെ മെഡിക്കൽ പ്രവേശനത്തിനായി സംഘടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇനി മുതൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും പ്രവേശനത്തിന് അഖിലേന്ത്യാ തലത്തിൽ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാവുക. സങ്കല്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന NGOയാണ് സുപ്രീം കോടതി ഈ വർഷം തന്നെ പരീക്ഷ നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. ഇത് പരിഗണിച്ച സുപ്രീം കോടതി CBSEയോടും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയോടും പ്രവേശന പരീക്ഷ നടത്തി പ്രവേശനം പൂർത്തിയാക്കുന്നതിന്റെ സമയക്രമം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരമാണ് CBSE പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സമയക്രമം തയ്യാറാക്കി സമർപ്പിച്ചത്. ഇത് പ്രകാരം 2 ഘട്ടങ്ങളിലായിട്ടാണ് പൊതുപ്രവേശന പരീക്ഷ നടക്കുക. മെയ് 1-ന് ആദ്യഘട്ടവും ജൂലൈ 24-ന് 2ാം ഘട്ട പരീക്ഷയും നടക്കും. ഇരു പരീക്ഷകളുടെയും ഫലം ഓഗസ്റ്റ് 17-ാം തീയതി പ്രസിദ്ധീകരിക്കും. സെപ്റ്റംബർ 30-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കുമെന്നും ഈ സമയക്രമം പ്രകാരം CBSE ഉറപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം തന്നെ പ്രവേശന പരീക്ഷ നടത്താൻ തീരുമാനിച്ചത്. സ്വാഭാവികമായും ചില സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പ്രവേശന പരീക്ഷകൾ ഈ കോടതി ഉത്തരവോടുകൂടി അസാധുവായി. ഇനി ഈ ഏകീകൃത പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലേക്ക് MBBS, TDS ഒപ്പം PG കോഴ്സുകൾക്കും പ്രവേശനം നേടാനാവുക. എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം. അജ്ഞാതൻ നടത്തിയ ആക്രമണത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 7 പേർക്ക് പൊള്ളലേറ്റു. രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തിയ അജ്ഞാതൻ ദ്രാവക രൂപത്തിലുള്ള വസ്തു ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ ക്വാറി മാഫിയാണെന്നാണ് സൂചന. രാവിലെ 11 മണിയോടെ ഓവർകോട്ടും ഹെൽമറ്റും ധരിച്ചെത്തിയ ആളാണ് ആക്രമണം നടത്തിയത്. വില്ലേജ് ഓഫീസറുടെ മുറിയിൽ പ്രവേശിച്ച അജ്ഞാതൻ സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ബാഗിൽ നിന്ന് കുപ്പിയെടുത്ത് ദ്രവരൂപത്തിലുള്ള വസ്തു നിലത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പിന്നീട് ഓഫീസിന്റെ മുറി പൂട്ടി ഇയാൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാൽ, വില്ലേജ് ഓഫീസർ മോഹനൻ, ജീവനക്കാരായ പ്രഭാകരൻ, പുഷ്പം, വില്ലേജ് ഓഫീസിന് സമീപമുള്ള ഹോമിയോ ആശുപത്രിയിലെ ജീവനക്കാരായ മിനി, ചിത്രലേഖ, വിജയകുമാരി തുടങ്ങിയവർക്ക് പരിക്കേറ്റു. കരമടയ്ക്കാനെത്തിയ വെള്ളറട സ്വദേശി ഇസഹാക്കിനും പൊള്ളലേറ്റു. ഓഫീസിന്റെ പ്രധാന കവാടത്തിൽ തീ പടർന്നതിനാൽ പലരും അകത്തുകുടുങ്ങി. പിന്നിലെ ജനൽ പൊളിച്ചാണ് അകത്തുള്ളവരെ രക്ഷിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് തീ അണച്ചത്. പെട്ടെന്നൊരാൾ വന്നൊരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. വളരെ ഒരു നല്ല ടോണിലായിരുന്നു. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്തോ കത്തിച്ചവിടെ ഇട്ടപ്പം പെട്ടെന്ന് തീ ആളി കത്തി. അതിനകത്തെന്ന് വെച്ചാൽ വിതിൻ സെക്കൻഡ്സ് കൊണ്ട് കംപ്ലീറ്റ് നിറഞ്ഞ് പുകയായി. ഇല്ല, അങ്ങനെ ആരെയും സംശയമില്ല. ഇല്ല, അങ്ങനെ ആരുമില്ല. ഇന്നലെ അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം പോയിട്ടുണ്ട്. എല്ലാം പക്കയാണ് അതിനകത്ത്. തീപിടുത്തത്തിൽ ഓഫീസിലെ നിരവധി രേഖകൾ കത്തിനശിച്ചു. സംഭവത്തിന് പിന്നിൽ ക്വാറി മാഫിയ ആണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ക്വാറികൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നേരത്തെ ഉടലെടുത്തിരുന്നു. സഹ്യപർവ്വത സംരക്ഷണ സമിതി രക്ഷാധികാരി റസൽ അയ്യൻ കന്നലോബിക്ക് അനുകൂലമായ റിപ്പോർട്ടിന് വേണ്ടി മെനഞ്ഞാന്ന് ഇവിടെ വരികയും വന്ന് ഇവരുമായിട്ട് വഴക്കിടുകയും ചെയ്തിട്ടാണ് പിരിഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും അക്രമി ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായി. സംസ്ഥാനത്തെ വരൾച്ച, കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രൂക്ഷമായ വരൾച്ചയുടെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കേരളത്തെ വരൾച്ചാ ബാധിത പ്രദേശമായി വിജ്ഞാപനം ചെയ്യും. എന്നാൽ ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. കാസർഗോഡ് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 10 RO പ്ലാന്റുകൾ ടെൻഡറില്ലാതെ വാങ്ങും. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തെന്മല ഡാമിൽ നിന്നും വെള്ളമെത്തിക്കും. മരണകാരണം സൂര്യാഘാതമാണെന്ന് ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രം ലഭിച്ചാൽ മരണപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സൂര്യാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി ആവശ്യം വേണ്ടിവരും. ഇത് IMDയുടെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും
4 ലക്ഷം രൂപ വീതം നൽകുന്നതാണ്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണെന്നുണ്ടെങ്കിൽ 2013 സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര അല്ല. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഡാമിൻ്റെ കപ്പാസിറ്റിയും അവിടുത്തെ അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ഇല്ല. സൂര്യാഘാതമേറ്റവർക്ക് ചികിത്സ സൗജന്യമായിരിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കും. മമ്മൂട്ടി അടക്കമുള്ളവർ നൽകിയ സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജലവകുപ്പ് സെക്രട്ടറി VJ കുര്യനെ യോഗം ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണത്തിനായി 49 കോടി രൂപ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി PK മൊഹന്തി, റവന്യൂ വകുപ്പ് സെക്രട്ടറി വിശ്വാസ് മേത്ത, ജല സെക്രട്ടറി VJ കുര്യൻ, ഫിനാൻസ് സെക്രട്ടറി KM എബ്രഹാം എന്നിവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് രൂക്ഷമായ വരൾച്ചാക്കെടുതി നേരിടാൻ സന്നദ്ധ പ്രവർത്തനവുമായി നടൻ മമ്മൂട്ടി. ഇതിന്റെ ഭാഗമായി സഹായ മനസ്ഥിതിയുള്ളവരെയും സംഘടനകളെയും പങ്കെടുപ്പിച്ച് വൈകിട്ട് കൊച്ചിയിൽ യോഗം ചേരും. സന്നദ്ധ പ്രവർത്തകരും സർക്കാരുമായും ചേർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിന് മുൻകൈയെടുക്കാൻ തയ്യാറാണെന്ന് മമ്മൂട്ടി ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. നെൽകർഷകരോട് കൊടും ക്രൂരത. നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് 300,48 ലക്ഷം രൂപ. 1,27,000 കർഷകരിൽ 3.5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടാനുള്ളവരുണ്ട്. പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവർ പോലും പണം കിട്ടാനുള്ളവരിൽ ഉൾപ്പെടുന്നു. ഇന്നലെ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 300,48,67,000 രൂപയാണ് നെൽകർഷകർക്ക് കിട്ടാനുള്ളത്. 1,27,000 കർഷകർ പണം പ്രതീക്ഷിച്ച് കാത്തിരിപ്പിലാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം 41,470 കർഷകർക്കായി 105,60,000 രൂപ കുടിശ്ശികയാണ്. കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിൽ 84,85 ലക്ഷം രൂപയാണ് കുടിശ്ശിക. മറ്റു ജില്ലകളിൽ കുടിശ്ശിക ഇങ്ങനെ: എറണാകുളം 3,13 ലക്ഷം, കോട്ടയം 34,09 ലക്ഷം, പത്തനംതിട്ട 6,99 ലക്ഷം, തൃശൂർ 52,60 ലക്ഷം, വയനാട് 2,76 ലക്ഷം. പണം കിട്ടാനുള്ളതിൽ ഭൂരിഭാഗവും പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയവരാണ്. യഥാർത്ഥ കാര്യം വെച്ചാൽ കാർഷിക വായ്പ എടുത്ത് ജപ്തി നടപടിയാണ് 6 വരെ വന്ന്. ഇപ്പം വലിയ താമസമില്ല, പല ജില്ലയിലും കർഷകർ ആത്മഹത്യ ചെയ്തതിൻ്റെ ഗതികേട് വരെ വന്നിരിക്കുക. അത്ര കണ്ട് ബുദ്ധിമുട്ടി കഴിയുക. എന്ന് വെച്ചാൽ സ്വന്തം മക്കളുടെ ഭാര്യമാരുടെയും മക്കളുടെയും സ്വർണം വരെ പണയം വെച്ച് 100 രൂപയ്ക്ക് 5 രൂപ പലിശയ്ക്ക് വരെ കാർഷിക മേഖല കൃഷി ഇറക്കുന്നത്. ക്വിൻ്റലിന് 2,150 രൂപയ്ക്കാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നത്. ഇതിൽ 1,410 രൂപ കേന്ദ്രവിഹിതമാണ്. കേന്ദ്രവിഹിതം നൽകിയിട്ടുണ്ട്. 740 രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് കുടിശ്ശികയായത്. വൻ തുക കുടിശ്ശികയായത് കർഷകരെ തീർത്തും ദുരിതത്തിലാഴ്ത്തുന്നു. MR സജേഷ്, തിരുവനന്തപുരം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കോടതി അടുത്തയാഴ്ച പരിഗണിക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഭഗത് സിംഗ് വിവാദങ്ങളിൽ രാജ്യസഭയിൽ ബഹളം. ഭഗത് സിംഗിനെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്ന ദില്ലി സർവകലാശാലയിലെ പാഠപുസ്തകം തിരുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇറ്റാലിയൻ ഭരണഘടനയെക്കുറിച്ചാണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് അറിവുള്ളതെന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസ്താവനയിൽ രാജ്യസഭയിൽ വൻ ബഹളം. സ്വാമി പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ കുറ്റപ്പെടുത്തി. പ്രസ്താവന സഭാ നടപടികളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും സ്പീക്കർ റൂളിംഗ് നൽകി. രാജ്യസഭ MPയായി സ്ഥാനമേറ്റ 2ാം ദിവസവും പ്രകോപന പ്രസ്താവനകൾ നടത്തിയ സുബ്രഹ്മണ്യസ്വാമിക്കെതിരെയായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. ഇന്നലെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസ്താവന സഭയിലേറെ ബഹളമുണ്ടാക്കിയിരുന്നു. ഇന്ന് ഭഗത് സിംഗ് വിവാദത്തിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വിശദീകരണമായിരുന്നു പ്രതിഷേധത്തിനിടയാക്കിയത്. ഭഗത് സിംഗിനെ തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന സർവകലാശാലയിലെ പുസ്തകം മാനവവിഭവശേഷി മന്ത്രാലയം ഇടപെട്ട് തിരുത്തണമെന്ന് സമാജ്വാദി ആവശ്യപ്പെട്ടു. കൂടാതെ അലിഗഡ് സർവകലാശാലയെക്കുറിച്ച് പറഞ്ഞ SP നേതാവ് KC ത്യാഗി സുബ്രഹ്മണ്യസ്വാമിയുടെ പേരും പരാമർശിച്ചു. ഇതിൽ വിശദീകരണവുമായി എഴുന്നേറ്റ സ്വാമിയെ കോൺഗ്രസ് അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് MPമാർക്ക് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അറിയില്ലെന്നും ഇറ്റാലിയൻ ഭരണഘടനയെക്കുറിച്ച് മാത്രമാണ് അറിവുള്ളതെന്നും സ്വാമി കളിയാക്കി. ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി. അനാവശ്യ പ്രസ്താവനകൾ നടത്തുകയാണ് സ്വാമിയെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. തെരുവിലെ ഭാഷയാണ് സുബ്രഹ്മണ്യസ്വാമി പാർലമെന്റിൽ ഉപയോഗിക്കുന്നതെന്ന് ഗുലാം നബിയും പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ മറ്റൊരു രാജ്യത്തിന്റെ പേര് പറഞ്ഞു നടത്തിയ പ്രസ്താവന സ്പീക്കർ സഭാരേഖകളിൽ നിന്നും നീക്കി. അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കുകയാണ് സുബ്രഹ്മണ്യസ്വാമിയെന്ന് ഡെപ്യൂട്ടി സ്പീക്കറും ശാസിച്ചു. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുന ഖാർഗെ, ജ്യോതിരാജ സിന്ധ്യ എന്നിവർ നോട്ടീസ് നൽകി. വിവാദത്തെക്കുറിച്ച് വിശദമായ ചർച്ച ആവശ്യമാണെന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞു. സംഭവത്തിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് AK ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
ന്യൂസ് ബ്യൂറോ, ദില്ലി. പിണറായി വിജയന്റെ ജീവിത ചിത്രം വരച്ചു കാട്ടുന്ന ഡോക്യുമെന്ററിയുടെ CD പ്രകാശനവും പ്രദർശനവും കൊച്ചിയിൽ നടന്നു. പിണറായിയുടെ സാന്നിധ്യത്തിൽ പ്രൊഫസർ MK സാനു സംവിധായകൻ രഞ്ജിത്തിന് നൽകിയാണ് CD-യുടെ പ്രകാശനം നിർവഹിച്ചത്. കേരള ചരിത്രത്തിൽ EMSനെ പോലെ ദിശാബോധം നൽകുന്ന വ്യക്തിത്വമാണ് പിണറായിയുടേതെന്ന് പ്രൊഫസർ MK സാനു പറഞ്ഞു. പിണറായി വിജയന്റെ ചെറുപ്പകാലം തൊട്ട് ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സമരപോരാട്ടങ്ങളും നേതൃപാടവവും ഭരണമികവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലൂടെയും നാട്ടുകാരിലൂടെയും അവതരിപ്പിക്കുന്ന രീതിയിലാണ് KR സുഭാഷ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. യുവതയോട് അറിയണം പിണറായിയെ എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയുടെ CD പ്രകാശനം പ്രൊഫസർ MK സാനു സംവിധായകൻ രഞ്ജിത്തിന് നൽകി നിർവഹിച്ചു. സമസ്ത മേഖലയിലും അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന മനസ്സിന്റെ തുടിപ്പ് പിണറായിയുടെ പ്രസംഗത്തിൽ കാണാറുണ്ടെന്ന് പ്രൊഫസർ MK സാനു പറഞ്ഞു. EMSനെ പോലെ തന്നെ പല നിലകളിലും കേരള ചരിത്രത്തിൽ ദിശാബോധം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് പിണറായിയുടേത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന ഉൾക്കാഴ്ചയുള്ള ഭരണാധികാരിയെ കൂടി അനുഭവിക്കാൻ കേരള ജനതയ്ക്ക് കഴിയട്ടെ എന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിവുറ്റ, ഉൾക്കാഴ്ചയുള്ള, ദർശനം സൂക്ഷിക്കുന്ന ഒരു മികച്ച ഭരണാധികാരിയെ കൂടി അനുഭവിക്കാനും അറിയുവാനും കേരളത്തിന് കഴിയും. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും കപടമായി പുഞ്ചിരിക്കുന്ന സ്വഭാവക്കാരനല്ല പിണറായി വിജയനെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കപടമായി പുഞ്ചിരിക്കാറില്ല എന്നുള്ളതാണ് സഖാവിനെ വേറിട്ട് നിർത്തുന്നത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ഡോക്ടർ CK രാമചന്ദ്രൻ, M അനിൽകുമാർ, നടൻ ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ. ടോംസനോട് സർക്കാർ കാണിച്ച അവഗണന വിവാദമാകുന്നു. രോഗശയ്യയിൽ കിടന്ന ടോംസനെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. ടോംസനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കാർട്ടൂൺ അക്കാദമി രംഗത്തെത്തി. അർഹതപ്പെട്ട അംഗീകാരങ്ങളൊന്നും ടോംസനെ തേടിയെത്തിയില്ലെന്നതും കലാകാരന്മാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ആകസ്മികമായ ഒരു വേർപാടായിരുന്നില്ല കാർട്ടൂണിസ്റ്റ് ടോംസിൻ്റേത്. 10 മാസക്കാലം രോഗശയ്യയിൽ കിടന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. നേരിട്ടും ഫോണിലൂടെയും ടോംസിന്റെ ഗുരുതരാവസ്ഥ അറിയിച്ചിട്ടുപോലും കോട്ടയംകാരായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ്, ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ ഒരിക്കൽ പോലും ടോംസിനെ കാണാനെത്തിയില്ല. ഇതിന്റെ ദുഃഖവും പരിഭവവും ടോംസിന്റെ കുടുംബാംഗങ്ങൾക്കുണ്ടെന്ന് കാർട്ടൂൺ അക്കാദമി ചെയർമാൻ പ്രസന്നൻ ആനിക്കാട് പറഞ്ഞു. കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഞാൻ SMS വഴിയും ടെലിഫോൺ വഴിയും നിരന്തരം ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് പല തവണ ഞാൻ അവരെ അറിയിച്ചിട്ടും ഒരാൾ പോലും അങ്ങോട്ട് ചെന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ ഒരു വസ്തുത. ബോബനും മോളിയും എന്ന ഹാസ്യചിത്രകഥയിലൂടെ തലമുറകൾക്ക് ചിരിയും ചിന്തയും സമ്മാനിച്ച ജനപ്രിയ കാർട്ടൂണിസ്റ്റ് ടോംസ് ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരവും പരിഗണനയും നൽകിയിട്ടുണ്ടോ എന്ന് കേരളീയ സമൂഹം സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളിലെ ജീവിതത്തെ രാഷ്ട്രീയ സാമൂഹ്യ സംഭവവാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ബോബനും മോളിയും കേരളീയ സാമൂഹ്യാവസ്ഥയുടെ പാഠപുസ്തകം കൂടിയാണ്. അപ്പി ഹിപ്പി, കുഞ്ചുകുറുപ്പ്, ഉണ്ണിക്കുട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി നിരവധി ജനപ്രിയ കാർട്ടൂണുകൾക്ക് ജീവൻ നൽകിയ ടോംസിനെ തേടി അംഗീകാരങ്ങളൊന്നും വന്നില്ല. കാർട്ടൂണുകൾ ജനങ്ങൾ സ്വീകരിച്ചപ്പോൾ പുരസ്കാരങ്ങൾ നൽകേണ്ടവർ കണ്ണടച്ചു. അതൊന്നും ടോംസ് എന്ന വലിയ കലാകാരനെ നിരാശനാക്കിയില്ല. പ്രതിസന്ധികളെല്ലാം അവഗണിച്ച മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ടോംസ് എന്ന തൂലികാനാമത്തിന്റെ അർത്ഥം ബോബനും മോളിയുമായി മാറുമ്പോൾ മലയാളിക്ക് ചിന്തിക്കാനും ചിരിക്കാനും അറിയാവുന്ന കാലത്തോളം ടോംസ് ജീവിക്കുക തന്നെ ചെയ്യും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൊച്ചിയിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ വരൾച്ച നേരിടാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള യോഗം നടക്കുകയാണ്. ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? യോഗം തുടങ്ങാൻ പോകുന്നു. അല്പസമയത്തിനകം തന്നെ തുടങ്ങും. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ മമ്മൂട്ടി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അടിയന്തരമായി തുടങ്ങണം എന്നുള്ള ഒരു വിവരമാണ് മുഖ്യമന്ത്രിയോട് മമ്മൂട്ടി അറിയിച്ചിരുന്നത്. ഇതിൽ സഹായിക്കാൻ മനസ്സിലുള്ളവരും സഹായം വേണ്ടവരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനവുമായി ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്
ഉണ്ടാകേണ്ടത്. ഇതിന് മുൻകൈ എടുക്കാൻ താൻ തയ്യാറാണ് എന്നാണ് മുഖ്യമന്ത്രിയെ ഇന്നലെ മമ്മൂട്ടി അറിയിച്ചിരുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രി ചർച്ച ചെയ്യുമെന്ന് മമ്മൂട്ടിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് 5:30 യോഗം സംഘടിപ്പിക്കുമെന്ന് മമ്മൂട്ടി ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഇതിൽ ആവശ്യമുള്ളവർക്കെല്ലാം, അതായത് സഹായിക്കാൻ മനസ്സുള്ളവർക്കും സഹായമെല്ലാം ഇതിൽ പങ്കെടുക്കാമെന്ന് മമ്മൂട്ടി തന്നെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ യോഗം തുടങ്ങാൻ പോകുന്നു. ഇതിൽ വിവിധ മേഖലകളിൽ നിന്ന്, അതായത് വ്യവസായിയായ കൊച്ചുകുത്തി ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ, വിവിധ മേഖലകളിൽ നിന്നുള്ളവർ, സന്നദ്ധ പ്രവർത്തകരും സംഘടനകൾ എല്ലാം തന്നെ യോഗത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ യോഗം തുടങ്ങും. കൊച്ചിയിൽ നിന്ന് കെ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ബോബനും മോളിയും പോലെ തന്നെ വായനക്കാരെ കുടുകൂടെ ചിരിപ്പിച്ച ടോംസിന്റെ കാർട്ടൂൺ കഥാപാത്രമാണ് മണ്ടൂസ്. കൈരളി ടിവിയിലെ മണ്ടൂസിന്റെ 2D അനിമേഷൻ പതിപ്പിലൂടെയും ടോംസ് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു. കടലാസും പേനയും വെച്ചുള്ള കരിമഷി കാർട്ടൂണിൽ നിന്ന് ആനിമേഷൻ കാർട്ടൂണിലേക്ക് ടോംസ് ചുവടുവെച്ചത് കൈരളി ടിവിയിലൂടെയാണ്. മണ്ടൂസിന്റെ മണ്ടത്തരങ്ങൾ 2D ആനിമേഷൻ രൂപത്തിൽ പ്രേക്ഷകരിലെത്തിയപ്പോൾ ടിവിക്ക് മുന്നിലിരുന്നും മലയാളി പൊട്ടിച്ചിരിച്ചു. മരുന്ന് വാങ്ങാൻ പോയ നീ എന്താണ് ഉടനെ ഇങ്ങ് പോകുന്നത്? ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഓരോ കാലം മരണത്തിലേക്കായിരിക്കും. പിന്നെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കൊച്ചമ്മയെ പോയി ചാവുന്നേ? കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നമ്മെ വായിപ്പിച്ച് ചിരിപ്പിച്ച ടോംസിന് TV എന്ന ദൃശ്യമാധ്യമത്തിലെത്തിയപ്പോഴും തനിമ ഒട്ടും ചോരാതെ തന്റെ ഹാസ്യം പ്രേക്ഷകരിൽ എത്തിക്കാനായി. മലയാളം TV ചാനലുകളിലെ ഹാസ്യ കാർട്ടൂണുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പരമ്പരകളിലൊന്നായിരുന്നു മണ്ടൂസ്. കാലത്തിനൊപ്പം നടന്ന് വായനയിലും ദൃശ്യത്തിലും ഒരുപോലെ നർമ്മം പങ്കുവയ്ക്കാൻ ടോംസിന് കഴിഞ്ഞുവന്നതിന്റെ ഉത്തമോദാഹരണമാണ് മണ്ടൂസിന്റെ ജനപ്രിയത കാട്ടിത്തന്നത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ ആനുകൂല്യം സർക്കാർ പിൻവലിച്ചു. പുനർനിയമനമോ പുനർവിന്യാസമോ ലഭിക്കാത്ത 10,000-ലേറെ സംരക്ഷിത അധ്യാപകരാകും ഇതോടെ ശമ്പളമില്ലാതെ പുറത്താകുക. നേരത്തെയുള്ള സർക്കാർ ഉറപ്പുകൾ പോലും ലംഘിച്ചാണ് പുതിയ സർക്കുലർ. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ കുറവിനെ തുടർന്ന് തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകർക്ക് പുനർനിയമനം ലഭിക്കും വരെ ശമ്പളമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ. പുനർനിയമനമോ പുനർവിന്യാസമോ ലഭിക്കാത്ത 10,000-ലേറെ സംരക്ഷിത അധ്യാപകരാണ് ഇതോടെ ശമ്പളം ലഭിക്കാതെ പുറത്താവുക. മാനേജ്മെന്റ് സ്കൂളിലെ ഒഴിവുകളിൽ 1:1 എന്ന അനുപാതത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുനർനിയമനം നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതനുസരിച്ച് ഒരു സ്കൂളിൽ അധ്യാപകന് തൊഴിൽ നഷ്ടപ്പെടുകയും പുതിയ അനുപാതമായ 1:30 എന്നതനുസരിച്ച് പിന്നീട് ഒഴിവുണ്ടായാൽ നിയമനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ജോലി ലഭിക്കുന്നവർ നാമമാത്രമായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സംസ്ഥാനത്തെ അധ്യാപകർ നീണ്ട പ്രക്ഷോഭത്തിലൂടെയാണ് പ്രൊട്ടക്ഷൻ ആനുകൂല്യം നേടിയെടുത്തത്. സർക്കാർ തീരുമാനം അധ്യാപകരോടുള്ള വെല്ലുവിളിയാണെന്ന് KSTA ആരോപിച്ചു. സർക്കാർ ഉറപ്പുപോലും കാറ്റിൽ പറത്തിയതായി KSTA ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന, തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 12,000-ലധികം അധ്യാപകർക്ക് ശമ്പളവും ആനുകൂല്യവും നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ മിക്കവാറും കുറേ മാനേജ്മെൻറ്റുകൾക്ക്, വലിയ കുട്ടികളുള്ള മാനേജ്മെൻറ്റുകൾക്ക് അധിക തസ്തിക ലഭിക്കുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇപ്പോൾ നമ്മുടെ മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് അധ്യാപകരാകെ വഴിയാധാരമാക്കുന്ന നിലപാടുകളാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ കണക്കെടുപ്പിൽ 18,000-ഓളം അധ്യാപകരാണ് സംരക്ഷിത അധ്യാപകരുടെ പട്ടികയിലുള്ളത്. 1997 ജൂലൈ വരെ അധ്യാപക പാക്കേജിന്റെ ഭാഗമായിരുന്നവരെ 2011 വരെയും ദീർഘിപ്പിച്ച സംരക്ഷണമാണ് കഴിഞ്ഞ ദിവസത്തെ സർക്കുലറിലൂടെ ഇവിടെ അസ്ഥിരപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.